ഹായ് പ്രിയമുള്ളവരെ, എൻ്റെ രാജസ്ഥാൻ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായിട്ടുള്ള പട്ടണത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്, ജയ്സൽമീർ. ഇവിടെ നിന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഈ ഒരു മനോഹര പട്ടണം, ഭക്ഷണം ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. തെറ്റിദ്ധരിക്കേണ്ട, ഇത് റെയിൽവേ സ്റ്റേഷനാണ്. വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളേക്കാൾ ഭംഗിയും വൃത്തിയും ഇതിന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജയ്സൽമീറിൽ ഞങ്ങൾ താമസിച്ചിരുന്ന റൂം ഡീറ്റെയിലുകളൊക്കെ മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് വെക്കേറ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇതാ ജയ്സൽമീർ റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിലാണ്. ഇവിടെ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളുമെല്ലാം ഇവിടെ സൂക്ഷിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ടൗണിലേക്ക് ഇറങ്ങി. ജയ്സൽമീർ പ്രധാനപ്പെട്ട ടൗണുകളിലെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. നല്ല ഒരു രാജസ്ഥാനി താലി കഴിക്കുക, ഈ ടൗണിലൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ഇവിടുത്തെ വഴികളിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് ചെറിയ കച്ചവടക്കാരെയും വഴിയോര വ്യാപാരികളെയും പരമ്പരാഗത വസ്തുക്കൾ വിൽക്കുന്ന കടകളെയും ഒക്കെയാണ്. എന്തൊക്കെയാണെങ്കിലും രാജസ്ഥാൻ്റെ സംസ്കാരവും അതേപോലെ നിറങ്ങളും ഇവിടുത്തെ ഓരോ സ്റ്റാളുകളിലും നമുക്ക് കാണാൻ കഴിയും. വഴിയോര ചെറിയ ഹോട്ടലുകൾ, ചായക്കടകൾ നിറഞ്ഞിരിക്കുകയാണ്. നാട്ടുകാരും ടൂറിസ്റ്റുകളും ഒത്തുചേരുന്ന ഒരു തിരക്കേറിയ അന്തരീക്ഷം ഇവിടെ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഒരു അപൂർവമായിട്ടുള്ള കാഴ്ച ഒന്ന് നോക്കിക്കേ. ഇത് ഒരു മൊബൈൽ സർവീസ് സ്റ്റേഷനാണ്. ഈ വാഹനത്തിനുള്ളിൽ ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാനിടയായി. A to Z സാധനങ്ങൾ മൊബൈലിൻ്റെ സർവീസായും പാർട്സുകളായിട്ടും ഇവിടെ കാണാൻ കഴിഞ്ഞു. ഇത് ആ തെരുവോരത്ത് കണ്ട വളക്കച്ചവടമാണ്. ജയ്പൂർ, ഉദയ്പൂരൊക്കെ പോകുമ്പോൾ വളകളുടെ കമനീയ ശേഖരങ്ങൾ നമ്മൾ കാണാം. ഇത് മറ്റൊരു ഹോട്ടലാണ്. ഇതിൻ്റെ വാസ്തുവിദ്യ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആ തനത് ജയ്പൂരിൻ്റെയും അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ ഒക്കെ ആ ഒരു തനത് വിദ്യ ആ ഒരു ശൈലിയിൽ തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ലക്ഷ്യം വെച്ച് വന്ന ഹോട്ടൽ. ഒരുപാട് ആളുകളോട് ചോദിച്ചതിന് ശേഷമാണ് ഇവിടെ ഞങ്ങൾ എത്തിയത്. ഇവിടെ മനോഹരമായിട്ടുള്ള താലി ലഭിക്കും എന്നതനുസരിച്ച് ഈ താലിക്ക് 450 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇവിടെ ഞങ്ങൾ രാജസ്ഥാനിൻ്റെ സ്പെഷ്യൽ താളിയാണ് കഴിക്കുന്നത്. ചപ്പാത്തി, ബജ്രാത് റൊട്ടി, പലതരം ദാല്, ഗട്ടേക്കി സബ്ജി, ആലു കറി, ചോറ്, ജീര റൈസ്, പപ്പട്, അച്ചാറ്, ചട്നി, മിഠായി, കൂടാതെ തൈരും മോറും ചേർന്ന ഒരു വലിയ താളിയാണ് ഇത്. രാജസ്ഥാനിലെ പരമ്പരാഗത ഭക്ഷണത്തിൻ്റെ മുഴുവൻ രുചിയും ഒരേ താളിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങേണ്ടത് കൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് കഴിച്ച് ഇതാ ഇവിടെ നിന്ന് ജയ്സൽമീറിൽ നിന്ന് ഞങ്ങൾ യാത്രയാവുകയാണ് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക്.